വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് KFC സ്റ്റൈലിലുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 കപ്പ് ലൈം ജ്യൂസും പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് ഞാൻ ആദ്യം ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ നന്നായി ആ ചിക്കനിൻ്റെ പീസിൽ പിടിക്കുന്ന രീതിയിൽ കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഞാൻ 1 മണിക്കൂർ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ നന്നായി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും മോരും കൂടി എടുത്തിട്ട് അതിലിട്ട് വെച്ചാലും മതി. അങ്ങനെയാണെങ്കിലും ചിക്കൻ്റെ പീസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, കുറച്ച് ജ്യൂസി ആയിട്ടും ഇരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉപ്പ് മസാല ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, അളവൊന്ന് കുറച്ചാൽ മതി. സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. എനിക്കത് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ സ്കിന്നില്ലാത്ത ചിക്കന് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാല പറ്റിയ ചിക്കൻ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെക്കാം. എത്ര സമയം വെക്കുന്നോ അത്രയും നല്ലതാണ്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ മസാലയൊക്കെ നന്നായി ചിക്കൻ്റെ പീസിൽ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള കോട്ടിങ്ങിനുള്ള പൗഡർ റെഡിയാക്കാം. അപ്പോൾ പൗഡർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദ 2 കപ്പ് എടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ 1 കപ്പ്, പിന്നെ ബ്രെഡ് ക്രംസ് 2 ടേബിൾ സ്പൂണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് എല്ലാം കൂടി ഇട്ട് നന്നായി ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഈ കോട്ടിംഗ് പൗഡർ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരു 2-3 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരുന്നോളൂ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 2 കിലോ ചിക്കനുള്ള പൗഡർ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ അധികം ഉണ്ടാക്കി വെക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി അളവ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒന്ന് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് അരിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോട്ടിങ്ങിനുള്ള പൗഡറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ്റെ പീസ് നമ്മൾ ഈ പൗഡറിൽ ഒന്ന് മുക്കിയതിന് ശേഷം മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും കോട്ടിംഗ് പൗഡറിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ നുള്ളി ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ്റെ പീസ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഓരോ കത്തി കൊണ്ട് ഇങ്ങനെ വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഉള്ളിലേക്ക് മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ പീസ് ചിക്കൻ എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോട്ടിംഗ് പൗഡറിലൊന്ന് മുക്കിയിട്ട് എല്ലാ ഭാഗത്തും നല്ലോണം ആവുന്ന രീതിയിലൊന്ന് മുക്കിയെടുക്കാം കേട്ടോ. ചിക്കൻ നമ്മൾ ആദ്യം ഈ പൗഡറിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മുട്ടയിലും വീണ്ടും ഈ പൗഡറിലും കൂടി മുക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ചിക്കന് നല്ലൊരു തിക്കായിട്ടുള്ളൊരു കോട്ടിങ്ങും കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മളെല്ലാ പീസ് ചിക്കനും കോട്ടിംഗ് പൗഡറിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ പീസ് ചിക്കനായിട്ട് നമുക്ക് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം വീണ്ടും കോട്ടിംഗ് പൗഡറിൽ മുക്കിയിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് മുട്ടയിലൊന്ന് മുക്കിയെടുത്ത് വീണ്ടും കോട്ടിംഗ് പൗഡറിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഒരു പീസ് ചിക്കൻ എടുത്ത് മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് കോട്ടിംഗ് പൗഡറിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതേ കൈ തന്നെ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് കൂടുതൽ നല്ലത്. മറ്റേ കൈ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയിൽ മുക്കിയ കയ്യിൽ തന്നെ നമ്മൾ കോട്ടിംഗ് പൗഡർ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ പൊടി നമ്മളെ കയ്യിൽ വെറുതെ ഒട്ടിപ്പിടിച്ച് വേസ്റ്റ് ആവുള്ളൂ. പൊടിയിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുടഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ കുടയുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ കുറച്ചും കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ ഒന്നും കൂടി ക്രിസ്പി ആയി കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാ പീസ് ചിക്കനും മുട്ടയിലും പൊടിയിലും മുക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് ചിക്കനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒരേപോലെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മൾ മൂടി വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് ഒക്കെയാണ് കേട്ടോ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനാവുക. അപ്പോൾ നമുക്കൊരു 7 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചിക്കന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ പീസിൻ്റെ വലുപ്പത്തിനനുസരിച്ചും അതുപോലെ ചിക്കൻ്റെ ആ ഒരു മൂപ്പിനനുസരിച്ചിട്ടും ചിലപ്പോൾ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊരിച്ചിലൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബ്രോസ്റ്റഡ് ചിക്കനും ഗാർലിക് പേസ്റ്റും ബണ്ണും നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ പൊറോട്ടൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ കുബൂസിൻ്റെ കൂടെയും കുബൂസും ഗാർലിക് പേസ്റ്റും ബ്രോസ്റ്റഡ് ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ്. ബ്രോസ്റ്റഡ് ചിക്കൻ ഞാൻ പല രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള റെസിപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.